വീക്കെൻഡായ പിന്നെ വീട്ടിലിരിക്കുന്ന പരിപാടിയുണ്ടോ? ഇന്നിവിടെ അവധിയായതുകൊണ്ട് അടുത്തുള്ളൊരു ചൈന മാർക്കറ്റിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. രാവിലെ എണീറ്റപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊന്നും നോക്കിയില്ല. വേഗം ലഞ്ച് തട്ടിക്കൂട്ടലായിരുന്നു. ഭക്ഷണമൊക്കെ റെഡിയായി. പക്ഷേ ക്ലീനിങ് ആണ് ഒത്തിരി സമയം പിടിക്കുന്നത്. എനിക്ക് ഒത്തിരി സമയം ഒരു ദിവസം എടുക്കുന്നത് ക്ലീനിങ്ങും കുക്കിങ്ങിലുമാണ്. സമയം നല്ല നട്ടുച്ചയായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ ലേറ്റാവും. പിന്നെ വേഗം കുളിച്ചു, ഭക്ഷണം കഴിച്ച് റെഡിയായി. ഒരു വഴിക്ക് പോകുന്നതല്ലേ, അപ്പോൾ കയ്യിൽ ഒരു വഴിച്ചെലവിന് വേണ്ടി ഇച്ചിരി ഫ്രൂട്ട്സും 2-3 കുപ്പി തണുത്ത വെള്ളമൊക്കെ ഒരു ഐസ് ബോക്സിലെടുത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ രണ്ട് മനസ്സിലാണ്. പോകണോ പോകണ്ടയോ, എന്താണെങ്കിലും ഇറങ്ങിയതല്ലേ പോകാമെന്ന് കരുതി ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിച്ചു ഗൈസ്. ഈ കാണുന്ന ചൈന മാർക്കറ്റിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഇവിടെ 2-3 തവണ വന്നതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് മാറ്റിപ്പിടിച്ചു. എന്നിട്ട് തൊട്ടടുത്തുള്ളൊരു ചൈനീസ് ലാൻഡ്മാർക്ക് മാളിലേക്ക് വന്നു. ഒന്നും പറയാനില്ല, ഒരു ഒന്നൊന്നര അന്യായ മോൾ തന്നെയാണ്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. 2-3 സ്റ്റോറുകളൊക്കെ കറങ്ങി നടന്നു. പിന്നെ ജോയ്ക്ക് ദേ ഇവിടെ ഒരു സൈക്കിൾ കണ്ടപ്പോൾ വേണമെന്നായി. ഈ സൈക്കിൾ കോമ്പാക്റ്റാണ്, ഷോർട്ടാണ്, കൊണ്ടുനടക്കാൻ എളുപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ വാങ്ങി. ഞങ്ങൾ അവിടെ ഇവിടെ പിന്നെയും ചുറ്റിക്കറങ്ങി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായി. ഇപ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയാലേ വീട്ടിലെത്തും. അപ്പോൾ ബൈ.